2 ദിവസം പച്ചക്കറി ആയിരുന്നല്ലോ, അങ്ങനെ മീൻ കണ്ടപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു ആക്രാന്തം പറഞ്ഞിട്ടാ. അപ്പനെ 3-4 നാരഞ്ചെമ്മിനും 1 കിളിമീനും 2 ചമ്പനും കൊണ്ടാണ്ട വന്നത്. കിട്ടിയ പാടെ അതിനെല്ലാം വെട്ടി ക്ലീൻ ചെയ്തെടുത്ത് കേട്ടാണ്ട് വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതൊക്കെ വേറെ വേറെ മാറ്റി വെച്ചേ. എന്നിട്ട് വറക്കാനുള്ളതിലോട്ട് ദേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ചതച്ചത് ഉപ്പൊക്കെ ചേർന്ന് നല്ലതുപോലെ പുരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. വറക്കാനുള്ള മീൻ മസാല തേച്ച് മാറ്റി വെച്ച ശേഷം ദേ കറി വയ്ക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റാനിട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കറിക്കുള്ള തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സവോള വാടിയതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുഞ്ഞിക്കാച്ചി സ്പൂൺ ആയതുകൊണ്ടിട്ട് ഇട്ടിട്ടും വീണില്ല. ലാസ്റ്റ് ഞാൻ ആ പാത്രത്തോട് കൂടി കൊട്ടിയിടാൻ തുടങ്ങിയിട്ടാ. എന്നിട്ട് തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കുടംപുളി ഉപ്പൊക്കെ ഇട്ട് അവിടെ അടച്ച് വെക്കുന്നുണ്ട്. അത് തിളക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ മീൻ വറക്കാനായിട്ട് വെക്കാട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് ബാക്കി കവറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ മീൻ വറക്കാനും ഇട്ട് കിളിമീനും ചമ്പനും ചെമ്മീനും കൂടി എല്ലാം കൂടി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഒരേ സമയം റെഡിയായി കിട്ടിയിട്ടാ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട പണിയിലോട്ട് കിടന്ന് ഒരു കുന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി കഴുകി ആ പത്രമുള്ള കേട്ടോ.